ജോസഫ് ജെയ്സൺ പകലോമറ്റം, മുഖ്യ പണ്ഡിതൻ ജിജി മാത്യു കുന്നക്കൽ വെച്ചു, പണ്ഡിതൻ ജിൽസൺ ജോസ് ഓലിക്കൽ തൊടുപുഴ. അണിയറയിൽ പ്രവർത്തിച്ചവർ: കഥ ജിജി മാത്യു, രചനാ തിരക്കഥ ജെയ്സൺ പകലോമറ്റം, സംഘാടനം ജിൽസൺ, സാങ്കേതിക സഹായം ബെന്നി, സാങ്കേതിക സഹായം ചെറിയാൻ, വയലിൻ സാന്ദ്ര ബെന്നി, സംവിധാനം ജെയ്സൺ പകലോമറ്റം, മേരികുളം, ഇടുക്കി. ചന്ദ്ര മഹാരാജാവിന്റെ രാജധാനി. ആരുടെ ഒരു രാജകൊട്ടാരമായിട്ട് ഒരു മനുഷ്യ കുഞ്ഞുങ്ങളുമില്ലേ? ആരുടെ എന്ത് മഹാരാജാവിനെ കറി അളിയനെന്ന് വിളിക്കുന്നു? നാം നിരച്ചു. താൻ ഇത്രപ്പെട്ട നമ്മുടെ സഹോദരിയെ മംഗല്യം കഴിച്ചു. അവിടുന്ന് കൽപ്പിച്ച എന്ത് നാം കൽപ്പിച്ച നമ്മുടെ സഹോദരിയെ താൻ മംഗല്യം കഴിച്ചു എന്ന് വരാൻ കൽപ്പിച്ചത്? എടോ പണ്ഡിതോ എന്നോ എന്താ മഹാരാജാവിനെ കയറി എന്ത് താനിതുപോലും കഴിച്ചോരാ? ഒരു കളിച്ചായ കുറിച്ചു അതുപോലും കഴിച്ചിട്ട് നാം ഇന്ന് പള്ളിയുറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ നമ്മുടെ പട്ടി മഹർഷി അല്ല നമ്മുടെ പട്ടണി മഹർഷി പറയുകയാണ്, ചായ കൂടി തീർന്നുപോയത്. ചായ നമ്മുടെ തലമുറയ്ക്ക് ഒരു കരി ഉണ്ടായിരുന്നു, മഴ നനഞ്ഞ് പുഴുകുത്തിപ്പോയി. കേരള ദേശം പാട്ടി മഹാരാജാവ് ഇന്നും പട്ടി. നമ്മുടെ ഈ കിരീടം മാത്രമേ ഒഴുകി പണയം വയ്ക്കുക. അരുത് മഹാരാജാവേ, അരുത്. കേരള ദേശത്തിന് പൈതൃകമായി കിട്ടിയ ആ സ്വത്ത് ഒരിക്കലും കൈവിട്ടു മാറുക. അത് കൊടുത്താലും ക്ഷമിക്കണം. പിന്നെ നമ്മുടെ സൈന്യാധിപൻ പ്രഭു അങ്ങ് മറന്നുപോയോ? 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൈന്യാധിപൻ ജോലി ഉപേക്ഷിച്ചു പോയത്. നമ്മുടെ ആ ചന്തയില് ഒരു പണിയിൽ ജീവിക്കുന്നു. അങ്ങനെ അയാൾ അതെ. പണ്ഡിതോ, താങ്കളെ വിളിച്ചതിന്റെ ഉദ്ദേശം നാം ഇന്നലെ പള്ളിയുറക്കത്തിൽ വിചിത്രമായ സ്വപ്നം കണ്ടു. ഒരു ദിവ്യ ശിശുവിന്റെ ജനനം. ആ ശിശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായി നാം നമ്മുടെ അലക്കുകാരി അമ്മണിക്കുന്നൊരു കുഞ്ഞുണ്ടായി. അതിനെ വലുതും ആണോ? നിർത്തൂ. എന്താ അസുഖമാണ് താൻ പറയുന്നത്? അപ്രകാരം ഒരു സാധാരണ കുഞ്ഞിനെ അല്ല നാം കണ്ടത്. നാം കണ്ടത് ശിശുവിനെയാണ്. ആ ശിശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായി ആ ശിശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുവാൻ നമ്മുടെ കൊട്ടാര മുഖ്യ പണ്ഡിതന് കഴിയുമെന്ന് അറിയുവാൻ കൊട്ടാര മുഖ്യ പണ്ഡിതനോട് നമ്മുടെ ഉടൻ മുഖം കാണിക്കുവാൻ പറയും. ഉത്തരവ്. എന്തോ മഹാരാജാവിന്റെ സിംഹാസനത്തിലും ഉണ്ട്. ശരിയാണ്, നാം വളരെ അസ്വസ്ഥരും ആകാംക്ഷതരും. നാം ഇന്നലെ പള്ളി ഉറക്കത്തിൽ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഒരു ദിവ്യ ശിശുവിന്റെ ജനനം. ആ ശിശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായി നാം കണ്ടു. ഭഗവതി, നീ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നാം അത്രക്കാരനാണോ എന്നാണോ നീ കരുതിയത്? ഭഗവതി, നാം പറയുന്നതൊന്ന് കേൾക്കും. നാം അപ്രകാരം ഉള്ള ഒരു സാധാരണ കുഞ്ഞിനെ അല്ല, ഒരു ദിവ്യ ശിശുവിനെയാണ്. ആ ശിശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായും അവന്റെ ചൈതന്യം ലോകം മുഴുവൻ പരക്കുന്നതായും ആ കുഞ്ഞിനെ പറ്റിയും ആ കുഞ്ഞിന്റെ ജനന സ്ഥലത്തെ പറ്റിയും എന്തെങ്കിലും പറയുവാൻ നമ്മുടെ കൊട്ടാരം മുഖ്യമന്ത്രി കഴിയുമോ എന്ന് അറിയുവാൻ പണ്ഡിതരോട് നമ്മെ മുഖം കാണിക്കുവാൻ
വണ്ണം കൽപ്പിച്ചിട്ടുണ്ട്. പകുതി അന്തഃപുരത്തിലേക്ക് മടങ്ങി. കേരളദേശം വാഴും ചന്ദ്രമുഖ രാജാവ് വീണാൽ വാഴട്ടെ, വീണാൽ വാഴട്ടെ. എന്ത് നിങ്ങൾ മഹാരാജാവിനെ വീടിക്കാൻ വിക്രം പ്രഭു, വീണാൽ വാഴട്ടെ. ഓ മുഖ്യ പണ്ഡിതം, നാം വളരെ അസ്വസ്ഥരും ആകാംക്ഷകരും. നാം ഇന്നലെ പള്ളിയിൽ വന്നു നാം ഒരു ദിവ്യ ശിശുവിനെ സ്വപ്നം കണ്ടു. ആ ശിശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായും അവന്റെ ചൈതന്യം ഈ ലോകം മുഴുവൻ പരക്കുന്നതായിട്ടും താങ്കൾക്ക് ആ ശിശുവിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ദർശനത്തെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും? അങ്ങയുടെ ദർശനം ഈ പൗർണമി തന്നെയായത് അത്ഭുതകരം തന്നെ. ആ കുഞ്ഞിന്റെ ജനന സ്ഥലത്തെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും? മഹാപ്രപഞ്ചത്തിലെ രണ്ട് അപൂർവ നക്ഷത്രങ്ങളുടെ സംഗമദിനമായിരുന്നു ഇന്നലെ. അന്ന് കണ്ട ഈ ദർശനത്തിലെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ദിവ്യശിശു ഇന്നലെ പൂജാതനായി കഴിഞ്ഞിരിക്കണം. ഓ, അപ്പോൾ നാം കണ്ട ആ സ്വപ്നം സത്യമാണോ പണ്ഡിത ശ്രേഷ്ഠ? എല്ലാം സത്യം രാജൻ, എല്ലാം സത്യം. നമ്മുടെ മഹാഭാരത ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു ദിവ്യ നക്ഷത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രജാപതിയെ പറ്റി പ്രതിപാദിക്കുന്നു. അവന്റെ ജനനം ഈ ലോകത്തിൽ പല വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും അവന്റെ നാമത്തിൽ ഈ കാലഘട്ടങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടുമെന്നും അവൻ ലോകരാജാവായി വാഴുമെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ പിതാവ് ഒരു ധനവാനുമായിരിക്കുമല്ലേ? ധനവാൻ മാത്രമല്ല, വലിയ പ്രതാപിയുമായിരിക്കണം. ആ കുഞ്ഞിന്റെ ജനന സ്ഥലം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും പറ്റില്ല. ഈ ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു ദിവ്യ നക്ഷത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ നക്ഷത്രം നമ്മുടെ അടയാളമായി നമുക്ക് മുന്നേ ആകാശവിധാനിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇത് അങ്ങേക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്ത് പറഞ്ഞു? സംസ്കൃതം നമുക്ക് സംസ്കൃതം അറിയുമായിരുന്നെങ്കിൽ നാം ഈ കേരളത്തിന്റെ രാജാവ് മാത്രമല്ല, നാം ഈ മഹാരാജ്യത്തിന്റെ മഹാഭാരതത്തിന്റെ ചക്രവർത്തിയാകുമായിരുന്നത്. രാജനന്ദ മലയാളം പോലെ തികച്ചും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത രാജാവിനെയാ സംസ്കൃതം കാട്ടി വരുത്തുന്നത്. മുഖ്യ പണ്ഡിത, നമുക്ക് ആ ശിശുവിന്റെ ജനന സ്ഥലത്തെക്കുറിച്ച് ആ ശിശു എവിടെയാണ് പിറക്കുന്നതെന്നും ഉള്ള വിവരങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ പണ്ഡിതൻ ആ ശിശുവിനെ കണ്ടുപിടിക്കുവാനുള്ള ഉപായം എന്താണ്? ആകാശഗോളങ്ങളുടെ സ്ഥാനചലനങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ആ ശിശു പടിഞ്ഞാറ് ദേശത്ത് എവിടെയോ ആയിരിക്കണം ജനിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആ ശിശുവിനെ കാണുവാൻ അതിയായ ആഗ്രഹം. ഒരു പ്രജാപതിയുടെ ജനനമാകുമ്പോൾ ആ രാജകുമാരന്റെ പിതാവ് പ്രബലനായ ഒരു രാജാവായി. ആ ചക്രവർത്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുക എന്നത് തികച്ചുകൊണ്ടും നമുക്കും നമ്മുടെ രാജ്യത്തിനും തികച്ചും ഉചിതമായി. അതിനാൽ നമുക്ക് ആ ശിശുവിനെ കാണുവാൻ അതിയായ ആഗ്രഹമുണ്ട്. നക്ഷത്രങ്ങളുടെ പാത പിന്തുടർന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് എങ്കിൽ നമുക്ക് യാത്ര പുറപ്പെടുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക.
അപ്പോൾ രാജ്യകാര്യങ്ങളായിരുന്നു രാജ്യവും രാജ്യകാര്യങ്ങളും നോക്കി നാം വരുന്നവരെ അവർ ഇവിടെ തുടരുക. അങ്ങയുടെ ഹിതം അതാണെങ്കിൽ ഈ കേരള ദേശത്തിന്റെ മഹാറാണിയാണ് തുടരാൻ. പ്രഭു അധികം പറയണമെന്നുണ്ടോ? രാജ്യകാര്യങ്ങളിൽ രാജ്ഞിയെ സഹായിച്ച് അടിയവിടെ നിന്നോളാം. അത് വേണോ പണ്ഡിതരെ? നമുക്ക് അത്ര വിശ്വാസം പോരാ. അപ്പോൾ ആ ദിവ്യശിശുവിനെ കാഴ്ചയർപ്പിക്കാനായി പ്രഭു നാം എന്താണ് കൊണ്ടുപോകേണ്ടത്? അത് ശരിയാണല്ലോ മുഖ്യ പണ്ഡിതരെ. നമ്മുടെ ഖജനാവിലാണെങ്കിൽ ഒരു പണം അതെ അതെ ഉള്ള സ്വർണം മുഴുവൻ പണയത്തിലും. ഇത് നമുക്കുള്ളത് കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ, കുറെ കുരുമുളകും ഏലക്കാണ്. നമുക്ക് അത് വല്ലതും കൊണ്ടുപോകാം അല്ലേ പണ്ഡിതരെ? എങ്കിൽ ആ ശിശുവിനെ കാണുവാൻ നമുക്ക് ഉടൻ യാത്ര പുറപ്പെടാം. യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുക. എന്റെ കയ്യിൽ സ്വർണ്ണമായിട്ടുള്ളത് അങ്ങ് എന്നെ എണീച്ച ഈ മംഗലി സൂത്രം മാത്രമാണ്. ഇത് ആ കുഞ്ഞിന് ദാനമായി നൽകിയെന്നുള്ളത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. അത് നാം സൂക്ഷിച്ചു. പണ്ഡിതർക്ക് സ്വർണ്ണത്തോട് പണ്ടേ അല്പം കൂടുതലാണ്. ആ സ്ത്രീകളോട് താടിയും വെച്ച് പാലകൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പോയി സുഗന്ധവ്യഞ്ജനങ്ങൾ നിറച്ചുകൊണ്ട് വരാം. ശരി, നിങ്ങൾ യാത്രയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. തീർന്നു. അങ്ങയുടെ അവസാനിക്കും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഭഗവതി നിങ്ങളെ പിരിഞ്ഞു പോവുക എന്ന്